രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഷിജിനാസ്. ഒന്ന്, വർഗീയവാദിയായ ഒരാളെ നിങ്ങളുടെ കൂടാരത്തിലേക്ക് വിളിച്ചു. ഇനി ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആളില്ലാത്ത പ്രശ്നം വരില്ല എന്ന് സനോജ് ആരോപിക്കുന്നു. SDPA ബാന്ധവം പ്രശാന്ത് ആരോപിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലൂടെ ഈ രണ്ട് ഭാണ്ഡങ്ങളും നിങ്ങൾക്ക് ചുമക്കേണ്ടി വരുന്നു എന്ന പ്രശ്നം വരില്ലേ? ശ്രീ അഭിലാഷേ, ഇദ്ദേഹം ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി പറഞ്ഞത് MP രാജേഷിന്റെ പത്രക്കാർക്ക് കൊടുത്തിട്ടുള്ള ബൈറ്റ്, വിവിധ ചാനലിൽ കൊടുത്തിട്ടുള്ള ബൈറ്റ് ഞാൻ കാണിച്ചു തരാം. താങ്കൾ അത് ആദ്യം ഉന്നയിച്ചതുമാണ്. അതുപോലെ ഗോവിന്ദ മാസ്റ്റർ, AK ബാലൻ ഉൾപ്പെടെയുള്ളവർ, അതായത് സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമാക്കിയാൽ സന്ദീപ് വാര്യർ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് നിലപാട് പറഞ്ഞവരാണ് ഇവർ. ഇപ്പോ ഇദ്ദേഹം പറഞ്ഞത് സന്ദീപ് വാര്യർ കേരള തൊഗാഡിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപ് വാര്യർ ഒരു BJP-യുടെ പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം ഒരു RSS-ന്റെ കേഡറല്ലായിരുന്നു. ഈ RSS-ന്റെ കേഡറായി CPM-ന്റെ നേതാക്കന്മാരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത കണ്ണൂരിലെ സുബീഷ് മിന്നി ഇന്നിപ്പോൾ ഇവരുടെ പാർട്ടിയിലാണ്. അതുപോലെ ഓണ ദിവസം P ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ നോക്കിയ OK വാസുവും AK അശോകനും ഇവരുടെ പാർട്ടിയിലാണ്. അപ്പൊ അവരാണ് ഇവരുടെ പാർട്ടിയിൽ ചേർന്നാൽ അവർ മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ കടന്നു വന്നവർ, അവർ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി നിൽക്കുന്നവർ. അവർ കോൺഗ്രസിലേക്ക് പോയാൽ അവിടെ അവർ വർഗീയവാദി, കേരള തൊഗാഡിയ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സന്ദീപ് വാര്യർ BJP-യുമായിട്ടാണല്ലോ കലഹിച്ചത്. അദ്ദേഹം കലഹിച്ചിട്ട് CPM-ൽ പോകാനാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് വെറുതെ അതിനും ബന്ധം അദ്ദേഹത്തിന് BJP-യിൽ നിന്നാ പോരെ? കാരണം ഇവർ CJP ആണല്ലോ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരന് രാഷ്ട്രീയത്തിന്റെ പേരിലാണോ? അല്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ RSS-ന്റെ പ്രത്യയശാസ്ത്രം ശരിയല്ലല്ലോ, BJP-യുടെ രാഷ്ട്രീയ നയസമീപനം ശരിയല്ലല്ലോ എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം പാർട്ടി മാറിയത്, കോൺഗ്രസിലേക്ക് പോയതല്ലല്ലോ? അദ്ദേഹം കലഹിച്ചത് അതിന്റെ പേരിലാണെന്ന് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നേരിടുന്ന അവഗണന. ഒരാൾ പാർട്ടി വിടാൻ പല കാരണങ്ങളുണ്ടാകും. അദ്ദേഹം നേരിട്ട അവഗണന, കുടകരയിലെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട കേസ്, ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ ഈ BJP സംസ്ഥാന നേതൃത്വവും ഇവിടുത്തെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണദാസ് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെടലുകൾ നടത്തി എന്നതും അദ്ദേഹം പരസ്യമായി പറഞ്ഞല്ലോ. ഇനി കൊടകരയിലെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എത്ര നാളെന്നും പറഞ്ഞ ഈ ഗോൾവാൾക്കറിന്റെ ബുക്കൊക്കെ വായിച്ച് ഈ തലക്ക് ഭ്രാന്ത് പിടിച്ച് വർഗീയതയുമായി പറഞ്ഞു നടക്കുന്നത് ഇവർ. അദ്ദേഹം നേരത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്കൊരു വ്യക്തിയല്ല പ്രശ്നം. ശരിയാണ്. ഇപ്പൊ നാളെ പ്രശാന്ത് BJP-യിൽ നിൽക്കുമ്പോൾ ഗോൾവാൾക്കറുടെ പുസ്തകമൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണോ കോൺഗ്രസ് ഓഫീസിലേക്ക് വന്നതെന്ന് ചോദിച്ചോ? അത് ചോദിക്കാം. ഓക്കെ, അത് ചോദിക്കാം. ശരി.